2025 സമസ്ത പാദവാർഷിക പരീക്ഷ 6ാം ക്ലാസ് ഖുർആൻ ഹിഫ്ള് പരീക്ഷ എങ്ങനെയാണ് അതുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ സൂറത്തുകളാണ് നമുക്ക് കാണാതെ പഠിക്കാനുള്ളത്? സൂറത്തിന് പുറമെ മറ്റെന്തൊക്കെ പ്രാർത്ഥനകളും ദിക്റുകളും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്? ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി വിശദീകരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ എല്ലാവരും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ നഷ്ടമാവുകയില്ല. തുടർന്നും ഇതുപോലത്തെ മദ്രസാപരമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കണമെന്നറിയിക്കുകയാണ്. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഖുർആൻ പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ഹജ്ജിലെ ആദ്യ ഭാഗത്ത് നിന്ന് 4 വരി വീതം ഓരോ കുട്ടിയെക്കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓതിപ്പിക്കുക. ഈ ഒരു പരീക്ഷയ്ക്ക് ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള സൂറത്തുകൾ സൂറത്ത് മറിയം മുതൽ സൂറത്ത് നംല് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏത് സൂറത്തിൽ നിന്നുള്ള ഏത് ആയത്തും ചോദിച്ചേക്കാം. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായി നമ്മൾ പഠിക്കുക. നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട ആയത്ത് നമ്മൾ ഓതിക്കൊടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ഔദും ബിസ്മിയും മറന്നു പോകരുത്. അതുപോലെ തന്നെ അവസാനം വഖഫ് ചെയ്യുമ്പോൾ സദഖല്ലാഹുൽ അലിയുൽ അദീം അതും മറക്കരുത്. അതോടുകൂടെ നമ്മുടെ മാർക്ക് പരിഗണിക്കുന്നത് നമ്മൾ മഖാരിജുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കും. മഖ്റജ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും അത് പുറപ്പെടേണ്ടുന്നതായ സ്ഥാനമുണ്ട്. അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ട് തന്നെയാണോ നിങ്ങൾ ഉച്ചരിക്കുന്നത് എങ്കിൽ അത് പരിഗണിച്ച് 20 മാർക്കും. പിന്നെ അഹ്കാമുകൾ സാക്കിനായ നൂനിൻ്റെ, മീമിൻ്റെ, തെൻവീനിൻ്റെ, അതുപോലെ തന്നെ തഖ്ഫീഫ്, തർക്കീക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ മണിക്കേണ്ടടുത്ത് മണിക്കുന്നുണ്ടോ, വെളിവാക്കേണ്ടടുത്ത് വെളിവാക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമ്മൾ ഓതുമ്പോൾ അവിടെയും നമുക്ക് 20 മാർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ വഖഫ്, ഇബ്തിദാ നമ്മുടെ പ്രാരംഭം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കും. അതോടൊപ്പം തന്നെ മദ്ദുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ചില മദ്ദുകൾ നീട്ടേണ്ടൽ നിർബന്ധമായ മദ്ദുകളുണ്ട്, ചിലത് നീട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത മദ്ദുകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ഓതണം. അവസാനം ഹുസ്നു സൗത്ത് നമ്മുടെ ശൈലിയും ശബ്ദമാധുര്യവും പരിഗണിച്ച് 5 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ 50 മാർക്ക് ഖുർആനിൽ നമുക്ക് ഉണ്ട്. അത് ലഭിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തുടക്കവും ഒടുക്കവും വിധികളും മഖ്റജുകളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മനഃപ്പാഠമാക്കേണ്ട സൂറത്തുകളും ഉസ്താദിന് ഓതിക്കൊടുക്കേണ്ടത്. ആ രീതിയിൽ ഓതിക്കൊടുക്കുമ്പോഴേ മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ചില കുട്ടികൾ ഖുർആൻ വൃത്തിയായിട്ട് ഓതും, പക്ഷേ ഹിഫ്ള് ഉസ്താദിനെ പേടിച്ചുകൊണ്ട് വേഗം ഓതുമ്പോൾ നിയമങ്ങളും നിയമാവലികളും ശ്രദ്ധിക്കാറില്ല. അങ്ങനെയാണ് പല കുട്ടികളുടെയും മാർക്ക് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ച ഹിഫ്ളിൻ്റെ ചോദ്യം നോക്കൂ. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക. ഒന്നാമത്തത് സൂറത്തുൽ മുൽക്കിൽ നിന്നും 15 മുതൽ 21 കൂടിയ ആയത്തുകളിൽ നിന്ന് 2 വരിയിൽ കുറയാതെ കുട്ടിയെക്കൊണ്ട് ഓതിപ്പിക്കണം. അതിന് 30 മാർക്കാണ് നൽകുന്നത്. അപ്പോൾ നമുക്കറിയാലോ, സൂറത്തുൽ മുൽക്ക് മുഴുവനായി നമുക്ക് ഈ പരീക്ഷയ്ക്കുള്ള പഠിക്കാനുള്ള പാഠഭാഗമാണ്. എല്ലാവരും കൃത്യമായി മുഴുവനായും പഠിക്കുക. എവിടെ നിന്നാണ് ചോദിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഈ 2 വരി കുറയാതെ ഊതിക്കൊടുക്കുമ്പോൾ 30 മാർക്കാണ് നമുക്കതിൽ കൂടെ ലഭിക്കുന്നത്. ശേഷം രണ്ടാമത്തെ ചോദ്യം, അസ്ർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയ്യത്ത് അറബിയിൽ പറയാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് നിങ്ങൾ നോക്കൂ, 20 മാർക്ക്. എത്ര എളുപ്പത്തിൽ നമുക്ക് 20 മാർക്ക് കരസ്ഥമാക്കാൻ കഴിയും. നിസ്കാരത്തിൻ്റെ നിയ്യത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഉസല്ലി ഫർളൽ അസ്രി 4 റക്അത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇതുപോലെ മറ്റു എല്ലാ നിയ്യത്തുകളും പ്രത്യേകം നമ്മൾ പറഞ്ഞ് പഠിച്ചു വെക്കുക. ഇനി മറ്റു ദിക്റുകൾ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് എന്നാണ് ഇനി പറയുന്നത്. ബാങ്കിൻ്റെ പൂർണ്ണമായ രൂപം, അതുപോലെ തന്നെ ഹയ്യാലുസ് സ്വലാ ഹയ്യാലുൽ ഫലാ എന്നുള്ളതിൽ ചൊല്ലാനുള്ളത്, പിന്നെ സുബഹി ബാങ്കിലെ അസ്സലാത്തു ഖൈറും മിനൻ നൗം, അതുപോലെ തന്നെ ഇക്കാമത്ത് കദ്കാമത്തി സ്വലാ കദ്കാമത്തി സ്വലാ ഇതൊക്കെ കേട്ടാൽ എന്തു പറയണം എന്നുള്ളത്.
ബാങ്കിൻ്റെ പൂർണ്ണരൂപം ചോദിക്കാൻ സാധ്യതയുണ്ട്. ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ, വുളൂഇന് ശേഷമുള്ള ദുആ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ അത് ഇതിൽ കൊടുത്തിട്ടില്ല, അതും ശ്രദ്ധിക്കുക. കുനൂത്ത്, അതുപോലെ തന്നെ അത്തഹിയാത്ത്, സ്വലാത്ത്, ദുആ അഥവാ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിയ സ്വലാത്ത്, ദുആ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്നിവയിലെ ചില വരികൾ, മുഴുവനായി ചോദിക്കാനൊന്നും സമയമുണ്ടാവില്ല, ചില വരികൾ. അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി വെക്കുക. ഏതൊക്കെ? റുക്കൂയിലും എഴുത്തിദാലിലും 2 സുജൂദിൻ്റെ ഇടയിലൊക്കെ ചെല്ലാനുള്ള ദിക്റുകളും മറ്റൊക്കെ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കാരത്തിൽ പ്രധാനമായി ചൊല്ലുന്ന ദിക്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. വജ്ജഹത്തു ആണ് നിങ്ങൾ കാണുന്നത്. വജ്ജഹത്തുവിന് ശേഷം റുക്കൂയിൽ ചെല്ലേണ്ട സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ഷിഅത മിൻ ഷൈഇൻ ബഅദ് ഇഅ്തിദാലിൽ ചൊല്ലാനുള്ളതാണ്. സുജൂദിൽ ചെല്ലാനുള്ള സുബ്ഹാന റബ്ബിയൽ അല വബിഹംദിഹി. 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ റബ്ബി ഗ്ഫിർലി വറഹംനി വജ്ബുർനി വറുഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് തുടങ്ങിയിട്ടുള്ള അത്തഹിയാത്തും ശേഷം വരുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ്, അവസാനം ഇന്നക ഹമീദും മജീദ് വരെ തന്നെ പഠിക്കുക. അവസാനം സ്വലാത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന് ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർലി തുടങ്ങുന്ന ആ പ്രാർത്ഥനയും, പിന്നെ സുബഹി നമസ്കാരത്തിൽ പ്രത്യേകമായി വരുന്ന കുനൂത്ത്, ഇതൊക്കെ പലർക്കും അറിയുന്നതാണ്, ചില ആളുകൾക്ക് അറിയാത്തതുണ്ടാകും. ഈ ഒരു വീഡിയോയിലൂടെ അതും പഠിച്ചു വെക്കുക.